நான் உயிரோட இருக்கக்கூடாது அவங்களுக்கு மேக்சிமம். அதுதான் நடந்துரும், கண்டிப்பா நடக்கும் இது. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തമിഴ് സിനിമാ ലോകത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേട്ട് സിനിമാ പ്രേമികളും ആരാധകരും ഒരുപോലെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. തമിഴകത്തെ മുൻനിര നായകന്മാരിൽ ഒരാളായ മലയാളികൾക്കും ഏറെ പ്രിയങ്കരനായ ജയൻ രവി അഥവാ രവി മോഹൻ്റെ കുടുംബത്തിലെ വലിയൊരു കൊടുങ്കാറ്റാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീശിയടിക്കുന്നത്. സ്വന്തം കുടുംബജീവിതം തകരുകയും ഭാര്യയുമായി പിരിയുകയും ചെയ്ത നടൻ ജയൻ രവിയുടെ ജീവിതത്തിലേക്ക് ഒടുവിൽ തെന്നിന്ത്യയുടെ പ്രിയ നടി ഖുശ്ബു എന്ന പേര് കൂടി വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ്. ജയൻ രവിയുടെ കുടുംബത്തിൽ കയറി കളിച്ച് ആ കുടുംബജീവിതം കുളം തോണ്ടിയത് ഖുശ്ബു ആണെന്ന തരത്തിലുള്ള കടുത്ത ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലും തമിഴ് സിനിമാ വൃത്തങ്ങളിലും ഉയരുന്നത്. ഈ കടുത്ത സൈബർ ആക്രമണങ്ങൾക്കും കടുത്ത വിമർശനങ്ങൾക്കും പിന്നാലെ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി നടി ഖുശ്ബു തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നടി ഖുശ്ബു ആരാണ്? തെന്നിന്ത്യൻ സിനിമയിൽ അവരുടെ സ്വാധീനം എന്താണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഈ ജയൻ രവി വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ആളുകൾ വേട്ടയാടുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ഖുശ്ബുവിനെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ജയൻ രവി വിഷയം? ഇതിൽ നടി ഖുശ്ബുവിനുള്ള ഇൻവോൾവ്മെൻറ്റ് എന്താണ്? കഴിഞ്ഞ 1-2 ആഴ്ചയായി സോഷ്യൽ മീഡിയയിലും തമിഴ് മാധ്യമങ്ങളിലും പ്രധാന ചർച്ചാ വിഷയം ഇതാണ്. സംഭവം ലളിതമായി പറഞ്ഞാൽ ജയൻ രവി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തൻ്റെ ഭാര്യയായ ആരതിയുമായി പിരിഞ്ഞാണ് താമസിക്കുന്നത്. തൻ്റെ ഗേൾ ഫ്രണ്ടും ഗായികയുമായ കെന്നിഷയുടെ കൂടെയാണ് പുള്ളിക്കാരൻ താമസം എന്ന രീതിയിലായിരുന്നു വാർത്തകൾ. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി കെന്നിഷ ജയൻ രവിയുമായി തെറ്റിപ്പിരിഞ്ഞു പോകുന്നത്. ജയൻ രവിയുമായി പിരിയാൻ കെന്നിഷ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ താൻ ജയൻ രവിയുടെ കൂടെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കും മോശം കമൻറ്റുകളും നേരിടേണ്ടി വരുന്നു എന്നാണ്. അത് സഹിക്കാനാവുന്നതിൽ അപ്പുറമായതുകൊണ്ടാണ് താൻ ജയൻ രവിയെ വിട്ടുപോകുന്നത് എന്നായിരുന്നു കെന്നിഷയുടെ വാദം. ഇതിനു പിന്നാലെ ജയൻ രവി ഒരു വലിയ പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടിയിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വളരെ വൈകാരികമായ പല കാര്യങ്ങളും ജയൻ രവി തുറന്നു പറഞ്ഞു. പ്രധാനമായും തൻ്റെ ഭാര്യ വീട്ടുകാർ തന്നെ ഒരു അടിമ പോലെയാണ് കണ്ടിരുന്നതെന്നും തൻ്റെ സ്വന്തം കുട്ടികളെപ്പോലും അവർ കാണാൻ അനുവദിക്കുന്നില്ലെന്നും പുള്ളിക്കാരൻ ആരോപിച്ചു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി ആ പ്രസ് മീറ്റിൽ ജയൻ രവി നടത്തിയ ഒരു പരാമർശമാണ് തമിഴകത്തെ പിടിച്ചുലച്ചത്. തമിഴ് സിനിമയിലെ ഒരു പ്രമുഖ ഇഡലി നടി തൻ്റെ കുടുംബജീവിതത്തിൽ കയറി കളിച്ചെന്നും തൻ്റെ കുടുംബജീവിതം പൂർണ്ണമായും കുളം തോണ്ടിയെന്നുമാണ് ജയൻ രവി പറഞ്ഞു വച്ചത്. തൻ്റെ ജീവിതം മാത്രമല്ല തമിഴകത്തെ മറ്റ് 3 പ്രമുഖ നടന്മാരുടെ ജീവിതം കൂടി ഈ പറയുന്ന നടി തകർത്തിട്ടുണ്ട് എന്ന ഭീകരമായ ആരോപണമാണ് ജയൻ രവി ഉന്നയിച്ചത്. ജയൻ രവി ഇഡലി നടി എന്ന് വിശേഷിപ്പിച്ചതോടെ ആ നടി ആരാണെന്ന് മനസ്സിലാക്കാൻ സിനിമാ ലോകത്തിന് അധിക സമയം വേണ്ടി വന്നില്ല. തമിഴ്നാട്ടിൽ ഇഡലിയുടെ പേരിൽ അറിയപ്പെടുന്നതും ആരാധകർ ക്ഷേത്രം വരെ പണിതതുമായ ഒരേയൊരു നടിയേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ഖുശ്ബു തന്നെയാണ്. ഇതോടെ സോഷ്യൽ മീഡിയ ഖുശ്ബുവിന് നേരെ തിരിഞ്ഞു. കടുത്ത ചോദ്യങ്ങളും വിമർശനങ്ങളുമാണ് അവർക്ക് നേരെ ഉയർന്നത്. പക്ഷേ ആദ്യം ഈ ആരോപണങ്ങളോടൊന്നും നേരിട്ട് പ്രതികരിക്കാൻ ഖുശ്ബു തയ്യാറായില്ല. പകരം തൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവർ ദുരൂഹമായ ഒരു പങ്ക് പോസ്റ്റ് വെച്ചു. അതിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: സം ആർ ജസ്റ്റ് ബോൺ ടു പ്രൂവ് ദിയർ DNA. താങ്ക് യു ഫോർ പ്രൂവിങ് മീ റൈറ്റ്. അതായത് ചില ആളുകൾ അവരുടെ DNA-യിലെ മോശ സ്വഭാവം ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. താൻ അവരെക്കുറിച്ച് വിചാരിച്ചത് ശരിയാണെന്ന് തെളിയിച്ചതിന് നന്ദി. ഇത് ജയൻ രവിയെ ഇൻഡയറക്റ്റായി കുത്തിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ജയൻ രവിയുടെ ആരോപണത്തിന് തൊട്ടു പിന്നാലെ ഖുശ്ബു ഇത്തരമൊരു പോസ്റ്റ് കൂടി ഇട്ടതോടെ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെയുള്ള ആക്രമണം ശക്തമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഖുശ്ബു സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ്. എങ്കിലും ഈ വിഷയത്തിൽ നേരിട്ടൊരു പ്രസ്താവന നടത്താനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാനോ ഖുശ്ബു ഇപ്പോഴും തയ്യാറല്ല. എപ്പോഴും ഇൻഡയറക്റ്റായി കുത്തി സംസാരിക്കാനാണ് അവർക്ക് താല്പര്യം. കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടിറങ്ങിയ സമയത്ത് മാധ്യമപ്രവർത്തകർ ഖുശ്ബുവിനെ വളയുകയും ജയൻ രവി വിഷയത്തെക്കുറിച്ചുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. തനിക്കെതിരെ ഉയർന്ന ചോദ്യങ്ങളിൽ നിന്ന് ദയവായി വേറെ എന്തെങ്കിലും ചോദിക്കുമെന്ന് പറഞ്ഞവർ നൈസായി ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അതൊന്ന് കേൾക്കാം. അവിടെ നിന്നും ഒഴിഞ്ഞു മാറിയെങ്കിലും തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഖുശ്ബു പിന്നീട് സംസാരിക്കുകയുണ്ടായി. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും AI സാങ്കേതികവിദ്യയും ഒക്കെ വളർന്നു കഴിഞ്ഞെന്നും എന്നാൽ ആളുകൾ ഇത് തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഖുശ്ബു പറയുന്നത്. AI ഉപയോഗിച്ച് വ്യാജ ചിത്രങ്ങളും ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഉണ്ടാക്കി ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നു. സ്വന്തം മുഖം കാണിക്കാതെ മൊബൈൽ ഫോണിന് പിന്നിലിരുന്ന് ആരെക്കുറിച്ച് വേണമെങ്കിലും ഒന്നും പറയാമെന്ന അവസ്ഥയായി മാറിയിരിക്കുന്നു. വ്യൂസും പണവും കിട്ടാൻ വേണ്ടി പല യൂട്യൂബർമാരും വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണെന്നാണ് ഖുശ്ബുവിൻ്റെ പ്രധാന ആരോപണം. ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങളിൽ തങ്ങൾ നേരിട്ട് കണ്ടതുപോലെയാണ് പലരും സംസാരിക്കുന്നത്.
ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നവർക്ക് സ്വന്തം വീട്ടിൽ അമ്മയും ഭാര്യയും സഹോദരിമാരും മക്കളുമൊക്കെ ഇല്ലേ എന്നും അവരെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നുമാണ് ചിന്തിക്കുന്നതെന്നും ഖുഷ്ബു ചോദിക്കുന്നു. ഖുഷ്ബു പറഞ്ഞതിൽ ചില കാര്യങ്ങളിലൊക്കെ ശരിയുണ്ടാവാം. പലരും സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഖുഷ്ബുവിനെതിരെയുള്ള ആരോപണം ഉണ്ടാക്കിയത് യൂട്യൂബർമാരോ സോഷ്യൽ മീഡിയയോ അല്ലല്ലോ. ഇവിടെ നേരിട്ട് പ്രസ് മീറ്റ് വിളിച്ച് ഖുഷ്ബുവിനെതിരെ വിരൽ ചൂണ്ടിയത് ജയൻ രവി എന്ന നടൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റവും യൂട്യൂബർമാരുടെ തലയിൽ ചാരി രക്ഷപ്പെടാൻ നോക്കുന്ന ഖുഷ്ബുവിൻ്റെ ഈ തന്ത്രത്തിനെതിരെയാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനവും ഉയരുന്നത്. ഈ വിവാദങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ജയൻ രവിക്കെതിരെ തമിഴ്നാട്ടിൽ നിന്നും പുതിയൊരു വ്യക്തി കൂടി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. തമിഴ് സിനിമാ ലോകത്തെ വിവാദ നായകനും നടനുമായ ഭയൽവാൻ രംഗനാഥനാണ് ഇപ്പോൾ ജയൻ രവിയെയും അദ്ദേഹത്തിൻ്റെ മുൻ കാമുകി കെനിഷയെയും കുറിച്ച് പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. തമിഴിലെ പല പ്രമുഖ യൂട്യൂബ് ചാനലുകളിലും കയറിയിറങ്ങിയ ഇയാൾ ജയൻ രവിയുടെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ് പലതും വിളിച്ചു പറയുകയാണ്. ഭയൽവാൻ രംഗനാഥൻ പറഞ്ഞതനുസരിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കെനിഷയുമായി ബന്ധപ്പെട്ട് ദുബായിൽ വെച്ച് വലിയൊരു നിയമപ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. ദുബായിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ പോയ കെനിഷ അവിടുത്തെ പരിപാടിയുടെ പ്രധാന സ്പോൺസർമാരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാറുണ്ടെങ്കിലും ദുബായിലെ കർശനമായ നിയമവ്യവസ്ഥയിൽ അത് നടക്കില്ല. അവിടെ സ്പോൺസർമാരുടെ പരാതിയിൽ കെനിഷയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന കോടതി വിചാരണയിൽ കെനിഷ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ഇന്ത്യൻ രൂപ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന തുക പിഴയായി ചുമത്തുകയും ചെയ്തു. അന്ന് ജയിലിൽ പോകാതിരിക്കാൻ കെനിഷയെ സാമ്പത്തികമായി സഹായിച്ചത് ജയൻ രവിയായിരുന്നു എന്നാണ് ഭയൽവാൻ രംഗനാഥൻ്റെ വെളിപ്പെടുത്തൽ. തൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ജയൻ രവിയാണ് അന്ന് പണം കെട്ടിവെക്കാൻ സഹായിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്. കെനിഷ ഒരു സാധാരണക്കാരിയല്ലെന്നും ജയൻ രവിയെ തൻ്റെ വലയിലാക്കി അദ്ദേഹത്തിൻ്റെ പണമെല്ലാം കവർന്നെടുക്കുന്ന ഒരു വില്ലൻ ടൈപ്പ് സ്ത്രീയാണെന്നുമാണ് ഭയൽവാൻ രംഗനാഥൻ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജയൻ രവി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അതിവേഗത്തിൽ സംസാരിച്ചതും പൊട്ടിക്കരഞ്ഞതുമൊക്കെ ഈ കെനിഷ വരുത്തിവെച്ച വിനകൾ കാരണമാണെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നു. മാത്രമല്ല ജയൻ രവിയുടെ ഭാര്യ ആരതി ജീവനാംശത്തിനും കുട്ടികളുടെ പഠനച്ചെലവിനു വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തൻ്റെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും ജയൻ രവിയുടെ കയ്യിൽ പണമില്ലെന്ന് ആരതിയുടെ അമ്മ ആരോപിച്ച സാഹചര്യത്തിൽ കെനിഷയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കാൻ ജയൻ രവിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതിന് മറുപടിയായി ജയൻ രവി പറയുന്നത് മുഴുവൻ കള്ളമാണെന്നും വിദേശ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം പ്രസ് മീറ്റിൽ വന്ന് സംസാരിച്ചതെന്നും വരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഭയൽവാൻ രംഗനാഥൻ ഉന്നയിക്കുന്നത്. കെനിഷയും ജയൻ രവിയും പിരിഞ്ഞു എന്ന് പറയുന്നത് വെറും നാടകമാണെന്നും ഇപ്പോഴും ചെന്നൈയിലെ ECR റോഡിൽ ആരതിയും കുട്ടികളും താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് തൊട്ടടുത്തുള്ള തെരുവിൽ തന്നെയാണ് ഇരുവരും ഒന്നിച്ച് താമസിക്കുന്നതെന്നും ഇയാൾ അവകാശപ്പെടുന്നു. ജയൻ രവി തൻ്റെ കുട്ടികളെ കാണാൻ പോകാറില്ലെന്നും പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞ വൈകാരികമായ കാര്യങ്ങളെല്ലാം വെറും നുണകളാണെന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. തമിഴ് സിനിമാ ലോകത്തെ വലിയൊരു കുടുംബത്തിൻ്റെ തകർച്ചയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഇത്തരം ചെളിവാരി എറിയലുകളും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഖുഷ്ബുവിനെതിരെയുള്ള ആരോപണങ്ങളും ഭയൽവാൻ രംഗനാഥൻ്റെ വെളിപ്പെടുത്തലുകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.